മുനമ്പം വഖഭൂമി അല്ലെന്ന വി.ഡി. സതീശന്റെ പ്രസ്താവന തള്ളി മുസ്ലിം ലീഗ് നേതാവ് കെ.എം. ഷാജി. വഖഭൂമി അല്ലെന്ന അഭിപ്രായം ലീഗിനില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമെന്നും കെ.എം. ഷാജി പറഞ്ഞു. പെരുവള്ളൂർ പഞ്ചായത്ത് ലീഗ് കമ്മിറ്റി പൊതുസമ്മേളനത്തിലെ പ്രസംഗത്തിലാണ് ഷാജി ഇക്കാര്യം പറഞ്ഞത്. വഖഫ് ചെയ്യപ്പെട്ട ഭൂമി ആരാണ് അവർക്ക് വിറ്റുകൊടുത്തത്? ആരാണ് അതിന് രേഖയുണ്ടാക്കിയത്? ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത് വഖഫ് ഭൂമിയല്ല. മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല, അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല. ഫാറൂഖ് കോളേജിന്റെ അധികൃതർ പറയുന്നത് അത് വഖഫ് ഭൂമിയല്ലെന്നാണ്. അത് പറയാൻ അവർക്ക് എന്താ അവകാശമുള്ളത്? ഫാറൂഖ് പോയി എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിലെ യഥാർത്ഥ പ്രതികൾ ആരാണ്? ഈ മുനമ്പം വിഷയത്തിലെ യഥാർത്ഥ പ്രതികൾ ആരാണ്? അവിടെ ഭൂമി വിലക്ക് വാങ്ങി പാർക്കുന്ന ആ പാവ മനുഷ്യരല്ല. അവിടെയാണ് ഞങ്ങളുടെ പോയിന്റ്. പക്ഷെ അവർക്ക് ഭൂമി കൊടുത്തത് ആരാണ്? ഗവൺമെന്റ് അന്വേഷിക്കേണ്ടത് അതാണ്. അഷ്കർ അലി കരിമ്പയുടെ വിശദാംശങ്ങളുമായി. അഷ്കർ, വഖഫ് ഭൂമി അല്ല എന്ന് പറയാൻ പ്രതിപക്ഷ നേതാവിന് എന്ത് അധികാരമാണ് ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് കെ.എം. ഷാജി പ്രസംഗത്തിലും ചോദിച്ചിരിക്കുന്നത്. ലീഗിന്റെ അഭിപ്രായമല്ല ഇത്. മറ്റ് ലീഗ് നേതാക്കൾ ഇതിനോടകം പ്രതികരിച്ചിട്ടുണ്ടോ? ആര്യ, കെ.എം. ഷാജി പറയുന്നത് വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മുനമ്പം സന്ദർശിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരുന്നു. അഥവാ മുനമ്പം ഭൂമി വിവാദ ഭൂമി എന്ന് പറയുന്നത് വഖഫ് ഭൂമിയല്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രസ്താവന. ആ പ്രസ്താവന തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവ് കൂടിയായിട്ടുള്ള കെ.എം. ഷാജി രംഗത്തെത്തിയിരിക്കുന്നത്. കെ.എം. ഷാജി പറയുന്നത് വി.ഡി. സതീശൻ നടത്തിയ പ്രസ്താവന അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമാണ്. മുസ്ലിം ലീഗിന് അത്തരമൊരു അഭിപ്രായമില്ല, അഥവാ യു.ഡി.എഫിൽ ഈ വിഷയത്തിൽ ഒരു ഏകാഭിപ്രായമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്നുള്ള അഭിപ്രായം മുസ്ലിം ലീഗിന് ഇല്ല എന്ന് തന്നെ വ്യക്തമാക്കി പറയുകയാണ് കെ.എം. ഷാജി ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അവിടുത്തെ യഥാർത്ഥ കുറ്റവാളികൾ അവിടെയുള്ള ഇപ്പോൾ അവിടെ ഭൂമി വാങ്ങി താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങളല്ല അതിൻ്റെ യഥാർത്ഥത്തിൽ കുറ്റവാളികൾ, മറിച്ച് ആ വഖഫ് ഭൂമി മറിച്ച് വിറ്റ ആളുകളാണ് ഉത്തരവാദികളെന്നും അവരെ കണ്ടെത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ് എന്നും കെ.എം. ഷാജി പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല, സർക്കാർ ഇതിലൊരു വൃത്തികെട്ട രാഷ്ട്രീയ കളിയാണ് കളിക്കുന്നത്. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തുന്നു എന്നുള്ള വിമർശനം കെ.എം. ഷാജി ഉന്നയിക്കുകയും ചെയ്യുന്നു. നിലവിൽ ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ മറ്റ് നേതാക്കൾ ആരും പ്രതികരിച്ചില്ലെങ്കിൽ പോലും മുസ്ലിം ലീഗ് ഇക്കാലയളവിൽ സ്വീകരിച്ചു വന്നിരുന്ന ഒരു നിലപാടിന് വിരുദ്ധമാണിത്. അഥവാ മുനമ്പത്തെ ഭൂമി അത് വഖഫ് ഭൂമി ആണോ എന്നോ അല്ലെങ്കിൽ അല്ല എന്നോ പറയാൻ ഇതുവരെ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവും തയ്യാറായിട്ടില്ല. അതിനോടൊപ്പം തന്നെ ആ വിഷയത്തിൽ ഒരു പരിഹാരം കാണുക, മതസംഘടനകളൊക്കെ വിളിച്ചു ചേർത്ത് എങ്ങനെയെങ്കിലും ആ വിഷയത്തിൽ പരിഹാരം കാണുക എന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൻ്റെ ഒരു നിലപാട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ ഭൂമി വഖഫ് ഭൂമി തന്നെയാണ്, വഖഫ് ഭൂമി അല്ല എന്ന് പറയാൻ ഫറൂഖ് കോളേജിന് പോലും എന്താണ് അധികാരം എന്നാണ് കെ.എം. ഷാജി ചോദിക്കുന്നത്. സ്വാഭാവികമായും ആ ഭൂമി വഖഫ് ഭൂമി തന്നെയായി നിലനിർത്തിക്കൊണ്ട് അത് നിലനിർത്തണം എന്നൊരു നിലപാടാണ് ഇപ്പോൾ കെ.എം. ഷാജി സ്വീകരിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവിടെയുള്ള പാവങ്ങളെ കുടിയൊഴിപ്പിക്കുകയല്ല, മറിച്ച് അവർക്ക് ഭൂമി വിറ്റ ആളുകളെ കണ്ടെത്തി അവരെ പ്രതി ചേർക്കണം. അവർ വ്യാജമായി രേഖകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ആ ഭൂമി മറിച്ച് ഈ പാവപ്പെട്ട ആളുകൾക്ക് വിറ്റ് എന്നുള്ള ഒരു ആശയമാണ്, ഇല്ലെങ്കിൽ അത്തരമൊരു നിലപാടാണ് കെ.എം. ഷാജി ഇപ്പോൾ പറഞ്ഞു വെക്കുകയും ചെയ്തത്. സ്വാഭാവികമായും യു.ഡി.എഫിനകത്ത് വലിയ തോതിൽ ചർച്ച വെക്കാവുന്ന ഒരു വിഷയം തന്നെ, ചർച്ചയാക്കാവുന്ന ഒരു വിഷയം തന്നെ ഇപ്പോൾ കെ.എം. ഷാജി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി തന്നെയാണ് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ കെ.എം. ഷാജി ആവർത്തിച്ചിരിക്കുന്നത്. ആര്യ, ഓക്കെ, വഖഫ് ഭൂമി അല്ല എന്നുള്ള ഒരു പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയാണ് കെ.എം. ഷാജി നൽകിയത്.